നമസ്തേ ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മുടെ റഹീമേട്ടൻ വലിയൊരു ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്, ഇംഗ്ലീഷ് ബുക്കാണേ, അങ്ങനെ വലിയ ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെയാണ്ടൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ മാപ്പപേക്ഷ എഴുതി കൊടുത്തതിൽ നിങ്ങൾ സവർക്കർ മാത്രം ഇങ്ങനെ വേട്ടയാടിയോ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. സവർക്കർ മാപ്പ് എഴുതി കൊടുത്തിട്ടില്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ മാപ്പ് എഴുതി കൊടുത്തിട്ടും പുള്ളിയെ പുറത്തു വിട്ടിട്ടില്ല കേട്ടോ. പുള്ളി ജയിലിൽ കിടന്നു. പിന്നെ അതിനുശേഷം വീട്ടുതടങ്കലിലുമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് പുള്ളിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതൊക്കെ അതവിടെ നിൽക്കട്ടെ. പക്ഷെ മാപ്പപേക്ഷ എഴുതി കൊടുത്ത ആളുകളുടെ പേര് റഹീമേട്ടൻ ഇങ്ങനെ വായിച്ച് പോകുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ടാണ് വായിക്കുന്നത്. ആ വായിക്കുന്നതിൽ ചേട്ടൻ വിട്ടുപോയ 1-2 പേരുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എസ്.ഐ. ഡാങ്കെ കേട്ടിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കുക സഖാവെ അങ്ങോട്ട്. നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവാണെന്ന്. അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള എസ്.ഐ. ഡാങ്കെ ബ്രിട്ടീഷ് ഗവർണർ ജനറലിന് എഴുതി കൊടുത്ത മാപ്പപേക്ഷയിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? അതായത് ഇത്രയും കാലം ഞാൻ ബ്രിട്ടീഷുകാരുടെ ദാസനായിരുന്നു, അതായത് നിങ്ങളോട് ആഭിമുഖ്യമുള്ള ആളാണ്, ഇനിയിപ്പോൾ തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും, എന്നെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ചേർന്ന് പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് കത്തെഴുതി കൊടുത്ത എസ്.ഐ. ഡാങ്കയെ നിങ്ങൾ എന്തെന്ന് വിളിക്കും? മറന്നുപോയതായിരിക്കും ആ പേരിൻ്റെ ഇടയിൽ. മറ്റേ നമ്മുടെ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്ത് ഒറ്റുകൊടുത്ത PC ജോഷി നിങ്ങൾ എന്തെന്ന് വിളിക്കും? ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം നൽകിയതിൻ്റെ പേരിൽ പാർട്ടി വിശദീകരണം നേരിടേണ്ടി വന്ന സഖാക്കളെ നിങ്ങൾ എന്തെന്ന് വിളിക്കും? അപ്പം അതുകൊണ്ട് പറയുമ്പോൾ എല്ലാം പറയണ്ടേ, ഒരു മര്യാദയ്ക്ക് വേണ്ടേ?